ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും FM ഗ്ലൈഡർ എന്ന പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ചാനൽ തുടങ്ങിയിട്ട് 2 വീഡിയോസ് മാത്രമേ ഇട്ടിട്ടുള്ളായിരുന്നു. അപ്പോൾ ഇന്ന് വേറൊന്നിൻ്റെ വീഡിയോ അല്ല, ഒരു അടിപൊളി അൺബോക്സിങ് വീഡിയോ ആണ്. ഇത് വേറൊന്നും അൺബോക്സിങ് അല്ല എന്നല്ല, ഇത് വേറൊന്നിൻ്റെ അൺബോക്സിങ് അല്ല, നമ്മുടെ സ്വന്തം ബാഗിൻ്റെ അൺബോക്സിങ് ആണ്. അതായത് വുമൺസിനൊക്കെ പറ്റുന്ന നല്ല അടിപൊളി ബാഗിൻ്റെ അൺബോക്സിങ് ആണ്. അപ്പോൾ ഞാൻ എന്തായാലും കാണിച്ചു തരാം. നമ്മുടെ പാക്കറ്റും ഇവിടെ അഡ്രസ്സിൻ്റെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതിൻ്റെ ഒരു ചിഹ്നമൊക്കെ ഉണ്ട്. ഇതിന്മേ ഒരു സ്റ്റിക്കർ കാണാം. അതിൻ്റെ അഡ്രസ്സും എന്താ സാധനം അതൊക്കെ എഴുതിയത് ഒരു സ്റ്റിക്കറാണ് ഇതിമുള്ളത്. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്റ്റിക്കർ. അപ്പോൾ എന്തായാലും അതിന്മേൽ എഴുതിയിട്ടുണ്ട്, നമുക്ക് മൂൺ സ്റ്റാർ ബാഗ്സ് വുമൺ ബാഗ് എന്നൊക്കെ എഴുതി കാണാം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ സ്റ്റിക്കറിന് എഴുതിയത്, വേറെ എഴുതിയതൊന്നുമില്ല. ഇനി നമുക്കിത് അൺബോക്സിങ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ കവറിൻ്റെ മുകൾ ഭാഗമാണ് നമുക്ക് പൊട്ടിക്കേണ്ടത്. ഇവിടെ നമുക്കൊരു ഇത് കാണാം, ഒരു കോഡ്. ആ കോഡിൻ്റെ ഇവിടെ ആയിട്ട് നമുക്ക് ഇങ്ങനെ കീറാണ്. ഓക്കെ, അത് കുറച്ച് ഹാർഡാണ്. കവറ് നല്ല കുറച്ച് കട്ടിയുള്ള കവറാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ബാഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയത്. ഇതിന് അധികം വില ഒന്നുമില്ല, ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വില തന്നെ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇവിടെ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ പൊട്ടിക്കുമ്പോൾ ഉള്ളിലൊരു കവറ് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഈ കവറിൻ്റെ ഇവിടെ 3 ഭാഗത്ത് സ്റ്റിക്കറുണ്ട്, അതായത് ടാപ്പ് ഒട്ടിച്ചേക്കാണ്. അതും നമുക്ക് എടുക്കണം. ബ്ലാക്ക് ബാഗാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇത് പല കളറിലും അവൈലബിൾ ആണ്. ബ്ലാക്ക്, ബ്രൗണ്, പിന്നെ വേറെ ഒരു ഗ്രീൻ കളറായിട്ടുള്ള ഒരു കളറിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഇവിടെ സ്റ്റിക്കറുണ്ട്. ഈ സ്റ്റിക്കർ നമുക്ക് ബ്ലേഡ് വെച്ചിട്ട് തന്നെ കട്ട് ചെയ്ത് കളയാം. ഇവിടെ ഒരു സ്റ്റിക്കറുണ്ട്, ഇത് ഞാൻ കട്ട് ചെയ്യണം. ഓക്കെ, ഇനി ഇതിൻ്റെ ഈ 2 സൈഡിലായിട്ട് സ്റ്റിക്കറുണ്ട്, അതായത് ഒരു ടാപ്പ്. ഞാൻ ഇവിടെ ഈ സൈഡിലാണ് ഒരു സ്റ്റിക്കറുള്ളത്. ഇതും കട്ട് ചെയ്ത് കളയാണ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ അതിൻ്റെ അതേ ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെയും സ്റ്റിക്കറുണ്ട്, അതും കട്ട് ചെയ്ത് കളയണം. ഇവിടെ കണ്ടോ, ഇങ്ങനെ നല്ല സ്റ്റിക്കറോട് കൂടിയ നല്ലൊരു പാക്കിംഗ് ആണ് ഇവർ തരുന്നത്. ഓക്കെ, മൂൺ സ്റ്റാർ എന്നൊക്കെ ഇതിലുള്ള ഒരു ബാഗാണ്. മൂൺ സ്റ്റാർ ആണ് ഈ ബാഗിൻ്റെ കമ്പനി. ഓക്കെ, അപ്പോൾ ഇനി കവറിൽ നിന്ന് നമുക്ക് ബാഗ് പുറത്തെടുക്കണം. അതിനായിട്ട് ഈ കവറിൻ്റെ ഇവിടെ ഒരു സീലിംഗ് ഉണ്ട്, അതായത് സീൽ ചെയ്തിട്ടുണ്ട്. ഈ കവർ ഒരു മറ്റേ ടാപ്പ് ഒട്ടിക്കുന്ന ഒരു തരം കവറാണ്. ഞാനിപ്പോൾ ആ കവർ ഇതിങ്ങനെ സ്റ്റിക്കർ നമുക്ക് അതിങ്ങനെ വേറെടുത്ത് എടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഉള്ളിൽ നമുക്ക് ബാഗ് കാണാൻ കഴിയുന്നതാണ്. ബാഗ് പുറത്തെടുക്കാൻ പോവാണ്. ഓക്കെ, നമ്മൾ ബാഗ് പുറത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാഗൊക്കെ പുറത്തെടുത്ത് കഴിഞ്ഞു. ബാഗിൻ്റെ ഇവിടെ ആയിട്ടൊരു സിബുണ്ട്. പിന്നെ ഈ ബാഗിൻ്റെ ഇവിടെ ഒരു ടൈ പോലത്തെ സംഭവമുണ്ട്. ഇവിടെ ഈ ബാഗിൻ്റെ ഇവിടെ ടൈ പോലത്തെ ഒരു സംഭവമുണ്ട്, ഒരു പച്ച കളറ് ഡിസൈൻ. അതൊന്നും എനിക്കറിയില്ല. സൈഡ് ബാഗായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടാപ്പ് ബട്ടനാണ്. ഇവിടെ മൂൺ സ്റ്റാർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്കിവിടെ വായിക്കാൻ കഴിയും, മൂൺ സ്റ്റാർ എന്നൊക്കെ എഴുതി. അതിൻ്റെ മുകളിലൊരു ലോഗോ ഉണ്ട്. ഇവിടെ സർക്കാരിൻ്റെ 6 എന്നുള്ള ഒരു ചിഹ്നമുണ്ട്. പിന്നെ ഒരു ടൈ, മുമ്പിലായിട്ട് ഒരു അറുണ്ട്. ഈ ഒരു സിബ് അറുള്ള. പിന്നെ ഇത് അത്ര വലിയ അറൊന്നുമല്ല, ഒരു ചെറിയ അറാണ്. പിന്നെ ഇവിടെ ഈ നല്ല ക്വാളിറ്റി ഉള്ള പുടുത്താണ്, അതായത് നമ്മുടെ ഈ ബാഗിൻ്റെത്. പിന്നെ നമുക്ക് ഉള്ളിൽ വരുന്നത് 3 കള്ളിയാണായിട്ട്. ഒന്നാണിത്, പിന്നെ ഒന്ന് തുറന്നിട്ടില്ല, ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ സാധനങ്ങളൊന്നും അല്ല വെച്ചാമാരെ. ഇതിൻ്റെ ഉള്ളിൽ ഫുൾ കച്ചറയാണ്. ഇത് കച്ചറ മാത്രമേ ഉള്ളൂ തോന്നുന്നു. എന്തായാലും നമുക്കിതൊക്കെ പുറത്തെടുത്ത് നോക്കാം. ഈ കച്ചറകളൊക്കെ തോനെ കച്ചറ ഉണ്ട്, കുറച്ചൊന്നുമല്ല.
ഇതാ ഞാൻ ഈ കച്ചറൊക്കെ പുറത്തെടുക്കുകയാണ്. ഓക്കെ, ഞാൻ ഈ കച്ചറ പുറത്തെടുക്കുകയാണ്. മൊത്തം കച്ചറ ഞാൻ പുറത്തെടുക്കുകയാണ്. ഓക്കെ ഓക്കെ, ഞാനിത് ഈ കച്ചറൊക്കെ പുറത്തെടുത്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അതാ ഈ കച്ചറൊക്കെ ഞാനൊന്ന് അടിയിക്കിടട്ടെ. ഓക്കെ, ഇനി നമുക്ക് ബാഗ് പരിശോധിക്കാം. ബാഗിൻ്റെ അതാണ് കച്ചറ വന്ന കള്ളി. ഈ ചെറിയ കള്ളിയിൽ അത്യാവശ്യം വലിയ കള്ളിയാണ്, പക്ഷേ ഇതിൽ ഇത്രയും തോനെ കച്ചറ ഉണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കരം. ഇനി മൂന്നാമത്തെ കള്ളി കാണിച്ചു തന്നു. ഇനിയിപ്പോൾ ഇതാ ഇവിടെ ഒരു ടാപ്പ് ബട്ടനാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ടാപ്പ് ബട്ടൺ, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇതിങ്ങനെ ഒട്ടിക്കുന്ന, അതായത് മാഗ്നറ്റിക് സംഭവമാണ്. ഇതിങ്ങനെ ഒട്ടിച്ച് കൊടുക്കലാണ് ഇത്. പക്ഷേ നല്ല ക്വാളിറ്റിയോട് കൂടിയ നല്ല മാഗ്നറ്റിക് ബട്ടൺ. പിന്നെ ഇതിൻ്റെ ഇത് നല്ല കോട്ടൺ പോലത്തെ ഒരു പോളിസ്റ്റർ തുണിയാണ് ആ ടൈൻ്റെത്. പിന്നെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഫുൾ സ്റ്റിച്ചിങ് ആണ്, ഫുൾ സ്റ്റിച്ചഡാണ്. പിന്നെ വേറെ അധികമായിട്ടൊന്നും പറയാനില്ല. ബാഗ് അടിപൊളി തന്നെയാണ്. ഈ ബാഗ് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ അതൊന്ന് ഒട്ടിക്കോളും, മാഗ്നറ്റിക് ആയതുകൊണ്ട്. പിന്നെ ഈ ബാഗിൻ്റെ ലിങ്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ വീഡിയോക്ക് കുറച്ച് തോനെ ലൈക്ക് കിട്ടിയാൽ ഞാൻ ഇനിയും ഇതുപോലുള്ള ഒരു ബാഗും കൂടി ഞാൻ ഓർഡർ ചെയ്ത് വാങ്ങി അതിൻ്റെ അൺബോക്സിങ്, എൻ്റെ റിവ്യൂ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഈ കയ്യുണ്ടോ പിടിക്കുന്നത്, അതൊക്കെ നല്ല അടിപൊളി ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള അതിന്മേൽ സ്റ്റിക്കറൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് കയറിയിടണം. എന്തായാലും ഇതിൻ്റെ ഉള്ളിലൊരു അറ ഉണ്ട് കേട്ടോ. ഇവിടെ ഉള്ളിലൊരു അറ ഉണ്ട്. ഇതും സിബുള്ള ഒരു അറ തന്നെയാണ്, സിബാണ്. അത് ഞാൻ തുറന്ന് കാണിച്ചു തരാം, ഒരു മിനിറ്റ്. ഓക്കെ, ഇത് ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഇത് തുറക്കാൻ കുറച്ച് പണിയാണ്, ഞാൻ ഒറ്റ കൈ കൊണ്ട് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് പണിയാണ്. ഓക്കെ, അത് തുറന്ന് കാണിച്ചു തന്നു. പിന്നെ ഇത്ര തന്നെ ഉള്ളൂ. അടിപൊളി, നല്ല ലെതറായിട്ട് തോന്നുന്നില്ല, പക്ഷെ അടിപൊളി ഇതാട്ടാ പുറത്ത് വരുന്നത്. പുറത്ത് ഉള്ള ഇതുണ്ടല്ലോ, ആ റബ്ബർ പോലത്തെ, അത് അടിപൊളി റബ്ബർ ക്വാളിറ്റി തന്നെയാണ്. മോൺസ്റ്റാറിൻ്റെ ബാഗ് തന്നെ. അപ്പോൾ നിങ്ങൾ ഇനിയും കമൻറ്റ് ചെയ്യുക ഓരോന്ന് എന്നെ വാങ്ങാനായിട്ട്. ഞാൻ നല്ലൊരു സാധനം നോക്കി എന്നിട്ട് ഇങ്ങനെ വാങ്ങുന്നതാണ്. പിന്നെ അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ പറയാൻ. അപ്പോൾ എന്തായാലും അടുത്ത